കേരളത്തിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ ശ്രീ ജോൺ മുണ്ടക്കയം അദ്ദേഹം ഒരു വാരികയിൽ എഴുതുന്ന ഒരു ഓർമ്മയിൽ, അതായത് സോളാർ ഇരുണ്ടപ്പോൾ എന്ന ഒരു ലേഖന പരമ്പരയുടെ 3ാമത്തെ ലേഖനം പുറത്തു വന്നിരിക്കുന്നു. അതിൽ സോളാർ പ്രശ്നത്തിൽ LDF നടത്തിയ സമരം, സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം ഒത്തുതീർന്നത് എങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്തുന്ന മട്ടിൽ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. 2 പത്രക്കാർ അവസാനിപ്പിച്ച സോളാർ സമരം എന്നാണ് ലേഖനത്തിൻ്റെ തലക്കെട്ട്. ആ 2 പത്രപ്രവർത്തകർ, ഒരാൾ ജോൺ ബ്രിട്ടാസ് MP ആണ്, മറ്റേയാൾ ജോൺ മുണ്ടക്കയം തന്നെയാണ്. ജോൺ ബ്രിട്ടാസ് പിന്നാലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ജോൺ മുണ്ടക്കയം പറഞ്ഞതുപോലെ താൻ ജോൺ മുണ്ടക്കയത്തെ വിളിച്ചിട്ടല്ല സോളാർ സമരം ഒത്തുതീർന്നത് എന്ന് പറഞ്ഞു. പകരം അത് ഏത് തരത്തിലാണ് സംഭവിച്ചത് എന്നും പറഞ്ഞു. ഇപ്പോൾ 2 തരത്തിലുള്ള അവകാശവാദങ്ങൾക്ക് നടുവിൽ കേരളം നിൽക്കുകയാണ്. ഇതോടൊപ്പം ഒരുപാട് വ്യാഖ്യാനങ്ങളും ഉണ്ട്. ഇത്തരത്തിൽ വാർത്ത എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ വാർത്തയെ കാണേണ്ടത്, ഇതിനോട് ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കേണ്ടത് എന്നൊക്കെ വാർത്താപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പ്രേക്ഷകരാണ്. ആരാണ് ഇതിൽ സത്യം പറയുന്നത്, അർദ്ധസത്യം പറയുന്നത്, വസ്തുതകൾ പറയുന്നത്, വളച്ചൊടിക്കലോ പർവ്വതീകരിക്കലോ ഒക്കെ നടത്തുന്നത് എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക എന്നാണ് പറയാനുള്ളത്. പക്ഷേ നമുക്കെല്ലാവർക്കും ഓർമ്മകൾ ഉണ്ടായിരിക്കണം. 10 കൊല്ലത്തോളം മുമ്പ് നടന്ന ഈ സോളാർ സമരത്തിൻ്റെ ഓർമ്മകൾ ഒരുപാട് പേരുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നുണ്ട്. ആ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ട് വേണം ഇതിൽ ഒരു തീർപ്പ് എടുക്കാൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ശരത്തിനോട് ചോദിക്കുകയാണ്. ശരത്തെ, എന്താണിതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ NBC തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ ലേഖനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തുടർ പരമ്പരയുടെ പേര് തന്നെ 2 പത്രക്കാർ അവസാനിപ്പിച്ച സോളാർ സമരം എന്ന നിലയ്ക്കാണ്. ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിൻ്റെ തലക്കെട്ടാണ്, ഈ 3ാമത്തെ ലേഖനത്തിൻ്റെ തലക്കെട്ടാണ്. ആ രീതിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു അവകാശവാദം, മറ്റൊന്ന് LDF അങ്ങോട്ടേക്ക് പോയി ഒരു സമരം അവസാനിപ്പിക്കാൻ സഹായിച്ചുകൂടെ എന്ന മട്ടിൽ സർക്കാരിനെ സമീപിച്ചു എന്നൊരു ധ്വനി അതിനകത്ത്. നമ്മളിപ്പോൾ മുണ്ടക്കയത്തെ വളരെ സീനിയർ ജേർണലിസ്റ്റാണ്, മലയാള മനോരമയുടെ തിരുവനന്തപുരത്തെ ബ്യൂറോ മേധാവിയായിരുന്നു, വിരമിച്ചയാളാണ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ സമകാലിക മലയാളത്തിലാണ് ഈ ലേഖനം എഴുതിയത്, ഈ പരമ്പര എഴുതി വരുന്നത്. അപ്പോൾ അതിൽ ഇന്ന് അതിനുശേഷം ജോൺ ബ്രിട്ടാസിൻ്റെ വാർത്താ സമ്മേളനം ഇത് വിവാദമായി, മാധ്യമങ്ങൾ ആ ലേഖനത്തെ വാർത്തയാക്കിയതോടെ വിവാദമായി. അതിനുശേഷം ജോൺ ബ്രിട്ടാസ് വിശദമായി കണ്ണൂരിൽ വാർത്താ സമ്മേളനം നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടു, ചെറിയാൻ ഫിലിപ്പും മാധ്യമങ്ങളെ കണ്ടു. അതോടുകൂടി ഒരു കാര്യം വ്യക്തമായത്, മുണ്ടക്കയത്തിൻ്റെ ആ ഒരു വെളിപ്പെടുത്തൽ അതിൻ്റെ കാറ്റുപോയി. കാരണം മുണ്ടക്കയവും ജോൺ ബ്രിട്ടാസും തമ്മിൽ ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. മുണ്ടക്കയത്തെ ജോൺ ബ്രിട്ടാസ് വിളിച്ച് അങ്ങോട്ട് സഹായിച്ചുകൂടെ അല്ലെങ്കിൽ സർക്കാരിലേക്ക് സംസാരിക്കൂ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിന് യാതൊരു സ്പേസും ഇല്ലാതായി. അത് ഒരു പാതി ശരിയാണ്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ചില ചർച്ചകൾ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, ബാക്കിയൊക്കെ ഭാവനയാണ് എന്ന് ജോൺ ബ്രിട്ടാസ് ഇന്ന് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പൂർണ്ണമായും ശരിയാവുന്ന നിലയ്ക്കാണ് വന്നിട്ടുള്ളത്. പിന്നാലെ തിരുവഞ്ചൂർ അത് പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട്. 2ാമത്തെ ഭാഗം, LDF അന്നത്തെ പ്രതിപക്ഷം അങ്ങോട്ടേക്ക് പോയി ഒരു സമരം അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നില്ല എന്ന് വളരെ വ്യക്തമാകുന്നുണ്ട്. ബ്രിട്ടാസ് അക്കാര്യങ്ങളാകെ MP വിശദമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് വ്യക്തമല്ലേ? അദ്ദേഹം പറഞ്ഞത് ചെറിയാൻ ഫിലിപ്പ്, അന്ന് ചെറിയാൻ ഫിലിപ്പ് നമ്മുടെ കൂടെ കൈരളിയിലുള്ള കാലമാണ്. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കോള്, അവർ തമ്മിൽ സംസാരിക്കുന്നു. ആ കോള് ജോൺ ബ്രിട്ടാസ്, നമ്മളുടെ MD കൂടിയാണ്, ജോൺ ബ്രിട്ടാസിന് കൈരളിയിൽ വെച്ച് കൈമാറുന്നു. ആ കൈമാറുന്ന ഇടത്തു വെച്ചാണ് ഈ സമരം അവസാനിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന നിലയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു സജഷൻ വരുന്നു. ജോൺ ബ്രിട്ടാസ് ഈ സർക്കാരിൻ്റെ അഭിപ്രായം CPM നേതൃത്വത്തെ അറിയിക്കുന്നു. CPM നേതൃത്വം, നിങ്ങൾ അവരുമായി സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് CPM നേതൃത്വം പറയുന്നു. സർക്കാർ CPMൻ്റെ നിലപാട് വിശദീകരിക്കുന്നു. അതിൽ വളരെ പ്രകടമാണ്. നമുക്കെല്ലാം സാറ് പറഞ്ഞ പോലെ നമ്മൾ ഈ പഴയ കാലം, സോളാർ സമരകാലമൊക്കെ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു കാര്യമുണ്ട്, ജുഡീഷ്യൽ അന്വേഷണം വേണം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ ഉൾപ്പെടണം, മുഖ്യമന്ത്രി ഉൾപ്പെടണം, വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആവശ്യമാണ് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളത്. ഭരണപരമായി എടുക്കേണ്ട സുപ്രധാനമായ തീരുമാനത്തെക്കുറിച്ച് ഇത് നടപ്പായാൽ ആലോചിക്കാം എന്ന് പറയുന്നത് സാധാരണ സമരങ്ങളിൽ നടക്കുന്ന ആലോചനകളാണ്. അത് ജോൺ ബ്രിട്ടാസിലൂടെ തിരുവഞ്ചൂരിലെത്തുന്നു.
തിരുവഞ്ചൂരിന് പല വൈഷമ്യമുണ്ട്. മുഖ്യമന്ത്രിയോട് തന്നെ, ഉമ്മൻചാണ്ടിയോട് തന്നെ പോയിട്ട് നിങ്ങൾ ഇതിൽ ഉൾപ്പെടണമെന്നാണ് അവർ പറയുന്നത് എന്ന് പറയുന്നതിന് അന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും കഴിയില്ല തിരുവഞ്ചൂരിന്. അതിൻ്റെ ഒരു കോൺഗ്രസ് പൊളിറ്റിക്സിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ മുഖ്യമന്ത്രിയെ കാണണം എന്ന് ജോൺ ബ്രിട്ടാസിനോട് തിരുവഞ്ചൂർ സജസ്റ്റ് ചെയ്യുന്നു. തിരുവഞ്ചൂർ ഉണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഉമ്മൻചാണ്ടിയെ ജോൺ ബ്രിട്ടാസ് കാണുന്നു. ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. അതേ തുടർന്ന് 13-ാം തീയതി ഏതാണ്ട് 12 മണിയോടുകൂടി ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം വരുന്നു. വളരെ സ്പഷ്ടമായി അന്ന് LDF CPM ആവശ്യപ്പെട്ട ഒന്നുകൂടിയുണ്ട് സിജു. അതായത് മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കണം. അങ്ങനെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണെന്ന് ഉച്ചയ്ക്ക് പിണറായി വിജയൻ CPIM സംസ്ഥാന സെക്രട്ടറി ആ സമരവേദിയിൽ വെച്ച് സമരം അവസാനിപ്പിക്കുന്നതിനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. അങ്ങനെ സർക്കാർ മനസ്സില്ലാ മനസ്സോടെ ആ തീഷ്ണമായ സമരത്തെ തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുക. നമുക്കറിയാം തിരുവനന്തപുരം ആകെ ജീവിതം തന്നെ സ്തംഭിച്ചു പോകുന്ന നിലയിലേക്ക് 3 ദിവസം കൊണ്ട് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് കേരള തലസ്ഥാനം അങ്ങനെ മാറുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലാണ് സാധാരണ സമരം നടക്കുന്നത്. ഇത് തിരുവനന്തപുരത്തിൻ്റെ ഏത് വഴിയിലും കേരളീയരെ കൊണ്ട് നിറയുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ നിലയിൽ വളരെ എങ്ങനെയും ഈ സമരവുമായി നിൽക്കുന്ന ഇടതുമുന്നണി പ്രവർത്തകർ വളരെ ശക്തമായി നിൽക്കുന്നൊരു കാലം. അപ്പോൾ ആ സമരം തീർക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ആവശ്യമായിരുന്നു. തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ അതിനുവേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതും സർക്കാരാണ്. ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതിൻ്റെ രാഷ്ട്രീയ വിജയം 2016 ഇടതുമുന്നണി നേടി. സോളാർ വലിയ രാഷ്ട്രീയ വിഷയമായിരുന്നു.